ഞാൻ എനിക്ക് വേണ്ടി എന്തെല്ലാമാണ് ചെയ്തു വെച്ചത്. നമ്മുടെ ഈ പള്ളിയുടെ പരിസരത്തുള്ള ഒരുപാട് ഖബറാളികളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ഖബർ സ്വർഗീയ പൂന്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും നാമുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും മരണപ്പെട്ടവരുടെ ഖബറുകൾ അള്ളാഹു തആല പ്രകാശിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാനുണ്ട്. രണ്ടാമതായി പറഞ്ഞത്, ജനങ്ങളൊക്കെ അവരുടെ ഇച്ഛക്കനുസരിച്ച് എന്താണോ ശരീരം കൽപ്പിക്കുന്നത്. നമുക്കൊക്കെ ഇപ്പൊ ഒരുപാട് റോൾ മോഡലുകളുണ്ട്. നോക്കൂ നിങ്ങൾ, നമ്മുടെ ദിക്റിന്റെ സദസ്സിലേക്ക്, സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് ഒരുപാട് ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. അല്ലാഹു തആല അത് ഖബൂൽ ചെയ്യുമാറാവട്ടെ. എന്നാൽ ചില ആളുകൾക്ക് വരാൻ സാധിക്കുന്നില്ല. ഇനി വന്ന ആളുകളാണെങ്കിലും വരാത്തവരാണെങ്കിലും ചിലപ്പോ അവരുടെ എല്ലാം റോൾ മോഡലുകൾ രാത്രിയുടെ യാമങ്ങളിൽ കൂരിരുട്ടിൽ അമേരിക്കൻ വൻകരയിൽ നടക്കുന്ന ചില കാൽപന്ത് കളിക്കാരാണ് അവരുടെ റോൾ മോഡൽ. അവര് മുടിവെട്ടുന്നത്, അവര് വസ്ത്രം ധരിക്കുന്നത്, അവരുടെ ജീവിതത്തിന്റെ ചിട്ടകളിൽ കൊണ്ടു നടക്കുന്നത്, അവരുടെ പ്രൊഫൈലിന്റെ ആ വാട്സപ്പിന്റെ പ്രൊഫൈൽ എടുത്തു നോക്കിയാൽ അവര് കൊണ്ടു നടക്കുന്നതെല്ലാം അവരുടെ റോൾ മോഡലുകൾ വേറെ പല ആളുകളുമാണ്. ആ സമയത്ത് ഞാൻ ആലോചിച്ചത്, ഞാൻ ചിന്തിച്ചത്, വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ശരീരത്തിന്റെ ഇച്ഛയ്ക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഗേഹം, അവന് വാസസ്ഥലമാകുന്നത് ജഹന്നമാണെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. ഞാൻ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ ശരീരത്തിന്റെ ഇച്ഛയ്ക്ക് വഴിപ്പെടാതെ റബ്ബിന്റെ കൽപ്പനയ്ക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തേണ്ടത്, നമ്മുടെ റോൾ മോഡലാക്കേണ്ടത് അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി. ഖബറിൽ നമുക്ക് ശഫാഅത്ത് ചെയ്യാനുള്ളത്, ആഖിറത്തിൽ നമുക്ക് ശഫാഅത്തിനുള്ളത്, നരകത്തിലാണെങ്കിൽ പോലും അവിടെ നിന്നും എൻ്റെ ഉമ്മത്തിൽ നിന്നുള്ള അവസാനത്തെ രക്ഷപ്പെടുന്നത് വരെ എൻ്റെ ഖൽബ്, എൻ്റെ ഹൃദയം അടങ്ങുകയില്ലെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത്. ആ ഹബീബിനെ ഉറക്കിലും ഉണർച്ചയിലും ജീവിതത്തിന്റെ എല്ലാ സകല നിഖില മേഖലകളിലും നമ്മൾ മാതൃകയാക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അർഹമുർ റഹീമായ റബ്ബ് അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.